നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചരണത്തിന് വന്ന ദിവസമാണിന്ന്. രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നരേന്ദ്രമോദി ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടും അവയെ വണങ്ങിക്കൊണ്ടും പ്രസംഗം ആരംഭിക്കുന്നു. കേരളത്തിന് അയോധ്യ വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാമത്തെ മോദിയുടെ ഫോക്കസ് CPM സർക്കാരിനെതിരായ ആരോപണങ്ങളിലാണ്. 4 വർഷം മുമ്പത്തെ സ്വർണ്ണക്കടത്ത് ആരോപണവും 2 വർഷം മുൻപ് ഉദയം ചെയ്ത കരുവന്നൂരുമൊക്കെ ആവർത്തിച്ച് മോദി പറയുന്നു. അതിൽ പ്രമുഖർ കുടുങ്ങുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ആ CPMനെ പരാജയപ്പെടുത്താൻ BJPയെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മോദിക്ക് കേരളത്തിൽ പറയാനുള്ളത് ഉത്തരേന്ത്യയിൽ പറയുന്ന അതേ പ്രീണന നയമാണോ? മോദി കേരളത്തിൽ പ്രധാന ശത്രുവായി കാണുന്നത് CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണോ? രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലുണ്ട്. RSS എന്ന പ്രത്യയശാസ്ത്രം ഇന്ത്യക്ക് അപകടകരമായ പ്രത്യയശാസ്ത്രമാണെന്ന്, ആ പ്രത്യയശാസ്ത്രത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ടതുണ്ട്, ഇന്ത്യ സഖ്യത്തിന് വിജയിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് മൂഡിനെ ഈ നേതാക്കൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് K. ശബരിനാഥൻ, കോൺഗ്രസിൽ നിന്ന് PM മാർഷോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു. ഒപ്പം P. കൃഷ്ണദാസ്, BJP നേതാവ്. ആദ്യം ശബരിനാഥ്, മോദി പ്രസംഗിക്കുന്നത് കേൾക്കൂ. ഒന്നാമത്തെ കാര്യം, മോദി ആക്രമിക്കുന്നത് മുഴുവൻ, ലക്ഷ്യം വെക്കുന്നത് മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ്, അവരുടെ സർക്കാരിനെയാണ്, CPMനെയാണ്. എന്ന് വെച്ചാൽ മോദിയുടെ ഇന്നത്തെ കേരള വിസിറ്റ് കാണുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു BJP ലെഫ്റ്റ് ഫൈറ്റാണ് എന്ന നിലയ്ക്കാണോ? നോക്കൂ, കേരളത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റും ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളാണ്. എന്ന് വെച്ചാൽ ആ നിലയ്ക്ക് ഇതൊരു UDF സ്റ്റേറ്റ് ആണ്. എന്നിട്ട് പക്ഷേ മോദിയുടെ ഫോക്കസ് ലെഫ്റ്റിന് നേരെയാണ്. എന്തായിരിക്കും അങ്ങനെ? ഇല്ല, എനിക്ക് നിഷാദിന്റെ ആ ഒരു റീഡിങ്ങിലൂടെ എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം ഇന്ന് മോദി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് നോക്കിയാണ്. അപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് മോദിയുടെ ഒരു ഗ്യാരണ്ടിയും വർക്ക് ചെയ്യാതെ ജനങ്ങൾ സഹികെട്ടിരിക്കുമ്പോൾ വീണ്ടും മോദിയുടെ ഗ്യാരണ്ടികൾ ഒരു തരത്തിലുള്ള വിശ്വാസവും സാധാരണക്കാർക്കുള്ള ആളുകൾക്കില്ലാത്ത ഒരു സാഹചര്യത്തിൽ താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയുവാൻ അദ്ദേഹം ശ്രമിച്ചു. അതൊന്നും കേരളത്തിൽ വില പോകില്ല. പിന്നെ CPMുമായിട്ടുള്ള അവരുടെ ഇന്ന് പറഞ്ഞ പോയിന്റുകൾ, നിങ്ങൾ ഈ പറയുന്ന സ്വർണ്ണക്കടത്തുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഞാനും നിഷാദുമൊക്കെ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നെങ്കിൽ 2021 മുതലുള്ള ചർച്ച കഴിഞ്ഞ് 3 വർഷമായിട്ടും അവർക്കിതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ, മുഖ്യമന്ത്രിമാർ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യം പോലും ചെയ്യുവാൻ നരേന്ദ്രമോദി കഴിയാത്തത് കൊണ്ട് ഒരു കാര്യം വളരെ ക്ലിയറാണ്. BJPക്കും CPMനും കേരളത്തിൽ പ്രധാന ശത്രു കോൺഗ്രസ് തന്നെയാണ്, UDF ആണ്. UDFന്റെ പതനമാണ് BJPയും CPMും ആഗ്രഹിക്കുന്നത്. അതിനുള്ള കൃത്യമായിട്ടുള്ള ചില ചരടുവലികൾ BJPയും CPMും തമ്മിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും ചെയ്തതാണ്. ഇത്തവണയും ചെയ്യുമോ എന്നുള്ള ഭയം നമുക്കുണ്ട്. ഇത് അറിയല്ലോ, ഇന്ത്യ ജനറൽ ഇലക്ഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരിക്കുന്ന കക്ഷികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുമാണ്. BJP പറഞ്ഞിരുന്ന 400 സീറ്റും 300 സീറ്റും വരില്ല എന്ന് അവരുടെ ഇന്റേണൽ സർവേ തന്നെ പറയുകയാണ്. ഇപ്പോൾ ഇന്ന് എനിക്ക് 1-2 നരേന്ദ്രമോദിയുടെ അടുത്തുള്ള അദ്ദേഹത്തിന്റെ കുടുംബക്കാരെന്ന് പറയുന്ന ആളുകളുടെ ചില ട്വീറ്റുകൾ പോലും ഞാൻ കണ്ടു. അതിലൊക്കെ ഒരു ചെറിയ നിരാശയുടെ ഒരു ചെറിയ സ്പർശനം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഇന്ത്യ തിളങ്ങുകയല്ല, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയില്ല, മറിച്ച് കോൺഗ്രസ് പറയുന്ന ഇവിടെ അസമത്വമാണ്, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണിയാണ്, ഇവിടെ പാവപ്പെട്ട ആളുകൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, യുവാക്കളടക്കമുള്ള ജീവിതം ദുസ്സഹമായിരിക്കുന്നു, കർഷകരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നുള്ള എന്നുള്ള വിഷയങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായ ഒരു വേവ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് നാഷണൽ മീഡിയ പോലും താല്പര്യമില്ലാതെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയും നമ്മൾ നാഷണൽ മീഡിയ എടുത്ത് നോക്കൂ, ഓൺലൈൻ മാധ്യമങ്ങൾ നോക്കൂ, ഒന്നിലും BJPയുടെ 300 പറയുന്നില്ല. കോൺഗ്രസും കരക്കടക്കുകയാണെന്ന രീതിയിലുള്ള ഒരു ഡിസ്കോഴ്സാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം ഒരുപക്ഷെ BJPക്ക് ഉണ്ടാവും. പക്ഷേ നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, ഇത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നമ്മൾ പറയുന്ന 20 സീറ്റും നേടിക്കൊണ്ട് BJPയെ ഡൽഹിയിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കി ഡെലിബറേറ്റ്ലി കോൺഗ്രസിനെ മോദി അവഗണിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വരുന്ന മോദി CPMനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ശത്രുക്കൾ CPMകാരാണ്, CPMനെ തോൽപ്പിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് മട്ടിലാണ് അദ്ദേഹം എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ട് കൂടി അതിലേക്ക് അദ്ദേഹത്തിന്റെ ഫോക്കസ് പോയില്ല, കോൺഗ്രസിലേക്ക് പോയില്ല, UDFിലേക്ക് പോയില്ല. എന്ന് വെച്ചാൽ മോദി അപ്പൊ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അജണ്ട എന്തായിരിക്കും?
അല്ല, ഇതിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയണമെന്നൊരു ആഗ്രഹം ബി ജെ പിക്ക് ഉണ്ടാകുമല്ലോ. ഒരുപക്ഷെ ആ തരത്തിലുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് വന്നപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ബി ജെ പിയെ കുറിച്ചും ബി ജെ പിയുടെ ആശയ അടിസ്ഥാനമായിട്ടുള്ള RSSന്റെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയുമാണ്. വളരെ ശക്തമായി ശ്രീ രാഹുൽ ഗാന്ധി അതിനെതിരെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ കവച്ചു വെക്കുന്ന എതിരാളി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഡിസ്കോഴ്സ് CPM അനുകൂലമായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കാം. പക്ഷേ അതിൽ CPMന്റെ ഈ വിഷയത്തിൽ ഈ പറഞ്ഞ കരുവന്നൂർ ബാങ്ക് അടക്കം, ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തക്കം, ഈ പറഞ്ഞ CMR വിഷയമടക്കം ബി ജെ പിക്ക് ഒരു ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് കഴിഞ്ഞ 3-3.5 വർഷമായി ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ വടക്കാഞ്ചേരിയിൽ കുന്നുകുളത്താണ് അദ്ദേഹം സംസാരിച്ചത്. വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടും CBIക്ക് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇത് നമ്മളെല്ലാം അറസ്റ്റ് ചെയ്യും വിചാരിച്ചിരുന്ന ബഹുമാനപ്പെട്ട കുന്നുംകുളം MLAക്ക് ഇതുവരെ അങ്ങനെ ഒരു ആക്ഷൻ നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ CPMും BJPയും കംപ്ലസന്റ് ആണ്. കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയ്ക്കുക എന്നുള്ളത് രണ്ടുപേരുടെയും ലക്ഷ്യം തന്നെയാണ്. അതിലേക്കാണ് ഇവർ പോകുന്നത്. പക്ഷെ ജനങ്ങൾ ഇത്തവണ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കടുത്ത എതിർപ്പിലാണ്. ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. 20 സീറ്റ് കേരളത്തിൽ കൃഷ്ണദാസ്, നരേന്ദ്രമോദി ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നതും ആവർത്തിച്ച് തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതും ലെഫ്റ്റിനെയാണല്ലോ. ഇവിടെ 19 സീറ്റ് UDF കൈയാളുന്ന കോൺഗ്രസിന് വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനത്ത് നിങ്ങളുടെ ഫോക്കസ് എന്തുകൊണ്ടാണ് ലെഫ്റ്റിനെതിരെയാവുന്നത്? നിഷാദ്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സീറ്റ് ലഭിക്കണമെങ്കിൽ അത് ഒന്ന് മുസ്ലിം ലീഗും മറ്റൊന്ന് LDFും വിചാരിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കോൺഗ്രസ് മത്സരിക്കുന്ന ഓരോ മണ്ഡലങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ആ മണ്ഡലങ്ങളിൽ LDFിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ തവണ കോൺഗ്രസിന് ജയിക്കാൻ കഴിയൂ. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ BJP തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ, രണ്ടാമതൊരു സർക്കാർ ഉണ്ടാക്കുമോ എന്നെല്ലാമുള്ള രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിൽ ഒരു ഭാഗത്ത് ഇടതുപക്ഷവും UDFും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ, അമേഠി വിട്ട് കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വടക്കൻ മലബാർ മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം, അതോടൊപ്പം തന്നെ LDF കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്, വീണ്ടും BJPക്കെതിരായിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടാകണം എന്നുള്ള ചർച്ച കഴിഞ്ഞ തവണ ഉണ്ടാക്കുന്നതിൽ LDFും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് വഹിച്ചതിൻ്റെ റിസൾട്ടായിരുന്നു കോൺഗ്രസ്സിന് വലിയ തരത്തിലുള്ള വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാൻ വേണ്ടി കഴിഞ്ഞത്. BJPക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ളതോടൊപ്പം തന്നെ LDFിൻ്റെ റോൾ എന്തായിരുന്നു കഴിഞ്ഞ തവണ? കോൺഗ്രസിനെ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ച് കേന്ദ്രത്തിൽ BJPക്ക് ബദലായി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ സഹായിക്കുക എന്നതായിരുന്നു. ഈ തവണ അങ്ങനെ ഒരു ബദലുണ്ടോ? അങ്ങനെ കോൺഗ്രസിനെ ജയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ CPMനുണ്ടോ? അങ്ങനെ കോൺഗ്രസ് ജയിച്ച് പൊക്കോട്ടെ എന്നൊരു ധാരണ LDFിനുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് LDF ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും രണ്ടാമത്തെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി LDFിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെൻറ് വരാനുള്ള സാഹചര്യമുണ്ടായി. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം പതുക്കെ മാറുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. അത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പാർലമെന്റിലേക്കുള്ള ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യേകമായി ദേശീയ തലത്തിൽ ഒരു അജണ്ട വെക്കാനുണ്ടോ? BJPക്ക് ബദലായിട്ടുള്ളൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ധാരണ കോൺഗ്രസിന് പരത്താൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? അത് LDFിന് പോലും ഇല്ലല്ലോ അങ്ങനെ ഒരു ധാരണ. കോൺഗ്രസ് ആണ് ഈ തവണ വരാൻ പോകുന്ന ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയാൻ LDF അങ്ങനെ ഒരു രാഷ്ട്രീയം അവർ പറയുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു അജണ്ട LDFിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി UDFിന് ഒരു വലിയ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ വേണ്ടി കഴിയും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ LDF ഈ തവണ ഒരു ധാരണ കോൺഗ്രസിന് അനുകൂലമായി എടുക്കും എന്നുള്ളത്. അങ്ങനെ വന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ തവണത്തെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നതിൽ ഒരു കക്ഷി എന്നുള്ളത് LDF ആയി മാറുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ടുള്ള LDFിൻ്റെ ഭരണം, ആ ഭരണത്തിലുണ്ടായിട്ടുള്ള അഴിമതികൾ, സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അഴിമതികൾ, നേരത്തെ ശ്രീ ശബരിനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള അഴിമതികളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളിലാണ് ഒരു പരിധിവരെയെങ്കിലും അതിൻ്റെ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരാനും അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടാനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുള്ളത് കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം നേരത്തെ ലാവ്ലിൻ കേസുണ്ടായ സമയത്ത്, സോളാർ കേസുകൾ ഉയർന്നു വന്ന സമയത്തെല്ലാം ഒരു സെറ്റിൽമെന്റ് രാഷ്ട്രീയം കളിച്ചവരാണ് LDFും UDFും. അവർക്ക് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അതിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുള്ള പങ്കാളിത്തത്തെ കുറിച്ചൊക്കെ അദ്ദേഹം സൂചന തരുന്നുണ്ട്. എത്ര വർഷം മുമ്പത്തെ കേസാണ് സ്വർണ്ണക്കള്ളക്കടത്ത്?
ആർക്കാണ് സ്വർണം വന്നതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഈ വരുന്ന സ്വർണം ഈ പറയുന്ന വന്ന സംഗതി മുഴുവൻ ആർക്കാണ് വന്ന് ചേർന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. അത് തന്നെ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കരുവന്നൂർ വന്നിട്ട് എത്ര വർഷമായി? 1.5-2 വർഷമായി. നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ പൂട്ടാൻ കഴിഞ്ഞോ? ചില ആളുകളൊക്കെ ചോദ്യം ചെയ്യുന്നു, ഇപ്പം പൂട്ടും എന്നൊക്കെ കേൾക്കുന്നു. അല്ലാതെ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചൊക്കെ മോദി പറയുന്നത് എന്ത് ബേസിലാണ്? കരുവന്നൂർ കേസിലാണെങ്കിലും കേരളത്തിൽ മറ്റ് സഹകരണ മേഖലകളിൽ നടന്നിട്ടുള്ള പല കേസുകളിലും നിഷാദെ നമുക്കറിയുന്നത് പോലെ തന്നെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ വിജിലൻസ് അല്ലേ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയത്. വിജിലൻസ് അല്ലേ കണ്ടെത്തിയത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടില്ല ഏതാണ്ട് 100 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നു, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് അന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? കേരളത്തിൽ അന്വേഷണ ഏജൻസി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അത് ആരുടെ കൈവശമായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ചില ക്രമക്കേട് നടന്നിട്ടുണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട്, അതിന്മേലുള്ള ആക്ഷൻസ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവിടുത്തെ വിജിലൻസ് BJP-കാർ നേതാക്കളായിട്ടുള്ള സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ കണ്ടെത്തി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ CPM പറഞ്ഞത് ഞങ്ങളത് കണ്ടെത്തി, ഞങ്ങളത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അല്ല, തട്ടിപ്പില്ല എന്നൊരു വാദമില്ല. ഞാൻ ചോദിക്കുന്നത്, മോദി എപ്പോഴും പ്രസംഗിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ശബരിനാഥ് പറയാണ് അത് മുഴുവൻ നിങ്ങൾ സെറ്റിൽ ചെയ്യുകയാണെന്ന്. 4 വർഷമായി. 4 വർഷമായിട്ട് അതിനകത്ത് ആരെ പിടിച്ചു എന്നാണ്? ആകെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളെ പിടിച്ചു. എന്നിട്ട് നിങ്ങൾ ആ ഓഫീസ് ആരുടെയാണെന്നറിയാമല്ലോ, അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ബന്ധം ഇങ്ങനെ പറയുകയാണ് ഒരു പ്രധാനമന്ത്രി. എന്ത് കണ്ടുപിടിച്ചിട്ടാണ് അറിയില്ല. കരുവന്നൂരിൽ എത്ര നാളായി കരുവന്നൂർ വന്നിട്ട്? ഏറ്റവും കുറഞ്ഞ 2 വർഷമായി. അതിനകത്ത് എവിടേക്കാണ് എത്തിയത് അന്വേഷണം? കരുവന്നൂർ കേസിലാണെങ്കിലും കണ്ടല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും സഹകരണ മേഖലയിൽ നടക്കുന്ന അഴിമതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അങ്ങനോട് ചോദിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസടക്കം അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഇതിലെ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ആളുകൾ അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകൾ അവർ കൈമാറ്റം, അത് ED അന്വേഷിക്കുന്ന കേസുകളിലാണെങ്കിലും CBI അന്വേഷിക്കുന്ന കേസുകളിലാണെങ്കിലും എത്ര നാളുകളായി അതിന്റെ ഫയലുകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏജൻസികൾക്കൊന്നും ഈ അറ്റ്ലീസ്റ്റ് ഈ സ്വർണം വന്നത് ആർക്കാണ്? ഈ വന്നുകൊണ്ടേയിരുന്ന സംഗതികൾ ആരാണ് ഇവിടെ റിസീവ് ചെയ്തത് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ. അതൊക്കെ സിമ്പിൾ അല്ലേ? അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുമോ? ആ കേസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ പുകപടലം പോലെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കണം. പ്രസംഗിക്കാൻ ഒരു പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് മാത്രം, ഒരു ഉൽപ്പന്നം എന്ന നിലയ്ക്കാണ് നിങ്ങൾ അതിനെ എടുക്കുന്നത്. നിങ്ങൾ അതിനകത്ത് ആത്മാർത്ഥമായി വർക്ക് ചെയ്തിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP അല്ല ഒരു കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ ഒരു സംസ്ഥാനത്താണെങ്കിൽ പോലും BJP അല്ല അത് അന്വേഷണ ഏജൻസിയുടെ നേതൃത്വത്തിലിരുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ആയിരിക്കുമായിരുന്നു ഇതിന്റെ അവസ്ഥ? സോളാർ കേസിന്റെ സ്ഥിതി എന്തായി? എത്ര വിഷയങ്ങളാണ് ഇവർ സെറ്റിൽ ചെയ്തിട്ടുള്ളത്? ഇത് സെറ്റിൽ ചെയ്യാതെ BJP-യുടെ വാഷിംഗ് മെഷീൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഇന്ത്യയിലുണ്ടോ? ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ BJP ആയിരുന്നത് കൊണ്ടാണ് അഴിമതിക്കെതിരായിട്ടുള്ള കുരിശുയുദ്ധം നടക്കുന്നത് എന്നൊക്കെ പറയില്ല. BJP-യിൽ ചേർന്നാൽ ഏത് അഴിമതിയും വിമുക്തമാക്കപ്പെടും എന്ന പ്രോസസ്സിനെ കുറിച്ച് അറിയാത്ത ആരാണ് ഇന്ത്യയിലുള്ളത്? മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുവച്ചിട്ട് ഒരു തുണിയിട്ട് അലക്കിയെടുക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് ഏത് അഴിമതിയിലും പോയി പെടാം, BJP-യിൽ ചേർന്നാൽ മതി എന്ന നില ഇന്ത്യയിലുണ്ട്. അത് ആർക്കാ അറിയാത്തത്? അല്ല, BJP കേന്ദ്രത്തിൽ ഇരുന്നത് കൊണ്ട് അഴിമതിക്കെതിരെ അന്വേഷണം നടന്നു എന്നാണ്. നിഷാദ് മമതാ ബാനർജി ചെയ്തതാണെങ്കിലും നിങ്ങളടക്കമുള്ള ആളുകൾ ആവർത്തിക്കുന്നതാണെങ്കിലും അത് മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന എത്ര ആളുകൾ, തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന എത്ര ആളുകൾ എത്ര അന്വേഷണങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. അവർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സുവേന്ദു അധികാരി. നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ബംഗാളിലെ സുവേന്ദു അധികാരി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗുരുതരമായ ശാരദാ ചിട്ടി ഫണ്ട് കേസിലെ ആളായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ വലിയ മറുപടി കൂട്ടിയിട്ടുണ്ട്. കേസ് അവസാനിച്ചോ നിഷാദ്? അവസാനിക്കണ്ട. അഴിമതിക്കറയിൽ മുങ്ങിയ ഒരാളെ നിങ്ങളെടുത്ത് പാർലമെന്ററി പാർട്ടി ലീഡറാക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ അഴിമതി അങ്ങനെ പറഞ്ഞു പോകല്ലേ? അല്ലല്ല, ഏതെങ്കിലും ഒരു കേസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടത് അവസാനിച്ചോ? ഏതെങ്കിലും ഒരു കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചോ? ഏതെങ്കിലും ഒരു കേസിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തോ? അന്വേഷണം കേസ് ഇല്ലാതെയാക്കിയോ? അന്വേഷണം നടക്കുന്നുണ്ടോ? പ്രഫുൽ പട്ടേലിനെതിരായിട്ടുള്ള കേസ് നിങ്ങൾ ഒഴിവാക്കിയില്ലേ? പ്രഫുൽ പട്ടേലിനെതിരായ കേസ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒഴിവാക്കി. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ എത്ര കേസുണ്ടായിരുന്നു?
ഞാൻ എത്ര കേസുണ്ടായിരുന്നു? നാരായണ റാണയ്ക്കെതിരെ എത്ര കേസുണ്ടായിരുന്നു? ഞാൻ അങ്ങയോട് ഈ അജിത് പവാർ, നിങ്ങൾ എന്ത് കറപ്ഷൻ പാർട്ടി എന്ന് വിളിച്ച പാർട്ടിയുടെ നേതാവല്ലേ അജിത് പവാർ? ഇപ്പൊ വല്ലതും ഉണ്ടോ? ഓട്ടെ, ഇനി കേസ് ഞാൻ സമ്മതിച്ചു ശ്രീ കൃഷ്ണദാസ്, കേസ് നടക്കുന്നുണ്ട്. കേസ് വൈൻഡപ്പ്, ഒറ്റ കാര്യം കൂടി, കേസ് വൈൻഡപ്പ് ചെയ്തിട്ടില്ല. അല്ല, കേസ് വൈൻഡപ്പ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് താങ്കളുടെ ചോദ്യം. താങ്കളുടെ ചോദ്യം കേസ് വൈൻഡപ്പ് ചെയ്തിട്ടില്ലെന്നാണ്. അല്ല, താങ്കളുടെ ചോദ്യം കേസ് വൈൻഡപ്പ് ചെയ്തില്ലല്ലോ എന്നാണ്. കേസ് വൈൻഡപ്പ് ചെയ്തില്ല, സമ്മതിച്ചു. പക്ഷെ അഴിമതിയുടെ നിലയിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ എങ്ങനെ എടുക്കും? നിങ്ങൾ എങ്ങനെ അയാളെ അബ്സോർബ് ചെയ്യും? അയാൾ എങ്ങനെ നേതാവാകും നിങ്ങളുടെ പാർട്ടിയിൽ? നിങ്ങൾ അങ്ങനെ ഒരു നരേറ്റീവ് പറഞ്ഞു പോകല്ലെന്ന്. നിങ്ങളാണ് ഇതിന്റെ ആങ്കർ എന്നുള്ളത് കൊണ്ടൊരു നരേറ്റീവ് പറഞ്ഞു പോകല്ലേ. അങ്ങനെ ഒരു നരേറ്റീവ് പറയാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഞാൻ എൻ്റെ ഭാഗം പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് BJP-യിൽ ചേർന്നതിന്റെ പേരിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് അന്വേഷണം അവസാനിപ്പിച്ചു. പറയും നിങ്ങൾ ഏത് കേസാണെന്നത്. ഏത് കേസിൽ അവസാനിപ്പിച്ചു? BJP-യിൽ ചേർന്നാലും കൊള്ളാം, എവിടെ ചേർന്നാലും കൊള്ളാം, ആര് ചെയ്താലും കൊള്ളാം, അഴിമതിയാണെങ്കിൽ കേസുണ്ടാവും, നടപടിയുമായി മുന്നോട്ട് പോകും. നിങ്ങളുടെ ഒരു എത്തിക്കൽ പൊസിഷൻ എന്താണ്? കേസ് അവസാനിപ്പിച്ചില്ലല്ലോ എന്നുള്ള സാങ്കേതികത ഞാൻ അങ്ങ് സംഭവിച്ചു. ഒരു കേസിലും ഒരു തുടർ നടപടി എന്നുള്ളതാണ് എന്റെ ബോധ്യം. അത് പോട്ടെ, നിങ്ങൾ അപ്പുറത്ത് നിന്നപ്പോൾ അഴിമതിക്കാരാ എന്ന് രാജിവെക്കാൻ മുറവിളി കൂട്ടിയ അശോക് ചവാനെ നിങ്ങൾ എടുക്കുന്നു, സുവേന്ദു അധികാരിയെ നിങ്ങൾ എടുത്ത് പ്രധാനപ്പെട്ട പദവിയിൽ വെച്ച് ആദരിക്കുന്നു. നിങ്ങൾ അങ്ങനെയല്ലെന്ന്. അത് എവിടെയാ നിങ്ങളുടെ അഴിമതി വിരുദ്ധ ധാർമ്മികത? നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടിരിക്കുന്ന നിങ്ങൾ അതിശയോട് വരൂ ഞങ്ങളുടെ കൂടെ എന്ന് പറയാണ്. ഇല്ല, പൂട്ടു എന്ന് പറയാണ്. ധാർമ്മിക നിലപാട് അത് പറ്റില്ല, ആ പരിപാടി പറ്റില്ല, അങ്ങനത്തെ പരിപാടി ഒന്നും പറ്റില്ല. അല്ലല്ല, അത് ശരിയല്ല, അത് പറ്റില്ല, ആ പരിപാടി പറ്റില്ല. നിങ്ങളുടെ നെറേറ്റീവ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ചർച്ചയാണെങ്കിൽ നിങ്ങൾക്ക് നടത്താം, അതിനെനിക്ക് പരാതിയില്ല. അല്ലല്ല, വേണ്ട, ആ പരിപാടി വേണ്ട. അവസാനിപ്പിക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നെറേറ്റീവ് പറയാം, നിങ്ങൾക്ക് അവസാനിപ്പിക്കാം, എനിക്കൊരു പരാതിയില്ല. എന്റെ ചോദ്യം എന്നോട് ചോദിച്ചിട്ട് കംപ്ലീറ്റ് നെറേറ്റീവ് നിങ്ങൾക്ക് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തും പറയാം, അതിന് എനിക്ക് പരാതിയില്ല. താങ്കളുടെ നെറേറ്റീവ് പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്തത്. കോള് കട്ടായി. ഇല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. കോള് കട്ടായി. കോള് കണക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ശ്രീ കൃഷ്ണദാസ്, ഞാനൊന്ന് വരാം, താങ്കൾ ദയവായി തുടരും. അലപ്സിം ആർഷോ, ഈ കേരളത്തിൽ വരുന്ന നരേന്ദ്രമോദി ലെഫ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോർമുഖം തുറക്കുന്നതാണ് നമ്മളിന്ന് കണ്ടത്. അതിനകത്ത് തന്നെ ലെഫ്റ്റ് അഴിമതിക്കാരുടെ കൂടാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ചില കേസുകളുടെ ഉദാഹരണം അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മോദി എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ, മോദി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അജണ്ട, അതിനെങ്ങനെയാണ് LDF കാണുന്നത്? അതിൽ നരേന്ദ്രമോദിയുടെ ഒരു പരിപ്പും കേരളത്തിൽ വേവില്ല എന്നുള്ളതിനകത്ത് ഒരു തർക്കവും ഉണ്ടാവില്ല. അദ്ദേഹം ഇതുവരെ ഇപ്പോൾ നമുക്കറിയാം, ഈ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം തവണയായി നിരന്തരം അദ്ദേഹം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അദ്ദേഹം കേരളത്തിലേക്ക് വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിലെ അദ്ദേഹം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അധ്യായമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറ്റപ്പെടും എന്നുള്ളതിനകത്ത് തർക്കമല്ല. കാരണം ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം 20 പാർലമെന്റ് മണ്ഡലത്തിലും ആവർത്തിച്ച് വരണമെന്നുള്ളതാണ്. അങ്ങനെ വന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലും BJPയുടെ സ്ഥാനാർത്ഥികളുടെ സ്ഥാനം 3ാമതായിരിക്കും എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. കേരളത്തിലെ ഇടതുപക്ഷം ആവർത്തിച്ച് ഈ നാട്ടിലെ മതനിരപേക്ഷ സമൂഹത്തിന് കൊടുക്കുന്ന ഉറപ്പതായിരിക്കും. മുഴുവൻ മണ്ഡലത്തിലും 20 പാർലമെന്റ് മണ്ഡലത്തിലും 3ാം സ്ഥാനത്തേക്ക് BJP പിന്തള്ളപ്പെടും എന്നുള്ളതാണ് അതിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതിൽ എന്തെല്ലാം തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം വർഗീയ കാർഡ് ഇറക്കിയാലും, ഇനി അതല്ല നിറം പിടിപ്പിച്ച നുണകൾ എത്ര തന്നെ കേരളത്തിന്റെ മണ്ണിൽ വന്ന് ആവർത്തിച്ചു പറഞ്ഞാലും, ഇനി മറ്റു പലയിടങ്ങളിലും നടത്തിയതുപോലെ അന്വേഷണ ഏജൻസികളെ മുഴുവൻ ഇറക്കി വട്ടമിട്ട് ഈ നാടിനു ചുറ്റും പറത്തുന്ന നിലയുണ്ടായാലും അതൊന്നും തന്നെ കേരളത്തിനകത്ത് വിലപ്പോകില്ല എന്നുള്ളതിൽ തർക്കമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നല്ല രാഷ്ട്രീയ ജാഗ്രതയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. നമുക്കറിയാം എന്താണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരിച്ച ഇന്ത്യയുടെ സ്ഥിതി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിരന്തരം വിശകലനം ചെയ്യുന്ന, അറിയുന്ന മനുഷ്യരാണ് നമ്മൾ. ഈ രാജ്യത്തെ പരമദരിദ്രരായ മനുഷ്യരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കപ്പെട്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ രാജ്യത്ത് 13.5 കോടി മനുഷ്യർക്ക്
ദിവസം 100 രൂപ ചെലവാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത മനുഷ്യരുള്ള രാജ്യമായിട്ട് ഇന്ത്യ പരിവർത്തനം ചെയ്യപ്പെട്ടത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ നാടായിട്ട് ഇന്ത്യ മാറ്റപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. തൊഴിലില്ലാത്ത ഏറ്റവും അധികം യുവാക്കൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറ്റപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. 2014 നരേന്ദ്രമോദി ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ അധികാരത്തിലേറിയതാണ്. എന്നാൽ ഏറ്റവും അധികം യുവാക്കൾ തൊഴിലില്ലാത്ത രാജ്യമായിട്ട് ഇന്ത്യ മാറ്റപ്പെട്ടു. ഏറ്റവും അധികം അസന്തുഷ്ടരായ യുവത തിങ്ങിപ്പാർക്കുന്ന ഏറ്റവും ഒടുവിൽ പുതിയ ഹാപ്പിനെസ് ഇൻഡെക്സ് നിലവിൽ വന്നപ്പോൾ ഏറ്റവും അസന്തുഷ്ടരായ മനുഷ്യർ ഇന്ത്യയിലുള്ളത് യുവാക്കളാണ്. അപ്പൊ ആ നിലയിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം ഓരോ ദിവസവും എല്ലാ കണക്കുകളും എടുത്ത് പരിശോധിച്ചോ, എല്ലാ മാനവ വികസന സൂചികകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തെ മനുഷ്യരുടെ ജീവിത നിലവാരം ഓരോ ദിവസവും പുറകോട്ട് പോകുന്ന കാഴ്ച. അതോടൊപ്പം തന്നെ അതേസമയത്ത് തന്നെ ഈ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കരിവന്നൂരിലാണ് മോദിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ്. കരിവന്നൂർ കേരളത്തിൽ ലെഫ്റ്റിന് വലിയ പരിക്കുണ്ടാക്കിയ സംഗതിയാണ്. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുവെന്ന് പാർട്ടിയും മുന്നണിയും തന്നെ വിലയിരുത്തിയിട്ടുള്ള സംഗതിയാണ്. അതിൽ മോദി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആഘാതം ഉണ്ടാക്കില്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും ഏറ്റവും വലിയ ഫോക്കസ് ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്തായിരുന്നല്ലോ. ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെയും കേരളത്തിൽ എത്തുന്ന നിലയുണ്ടായല്ലോ. ഇവരെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ അങ്ങ് ഉന്മൂലനം ചെയ്ത് കഴിയും, കേരളത്തിലെ ഗവൺമെന്റിനെ അങ്ങ് വലിച്ചു താഴെ ഇട്ട് കളയുമെന്നുള്ളതായിരുന്നല്ലോ അന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം. എല്ലാ നിലയ്ക്കും ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെറ്റായ നുണപ്രചരണം ഈ നാടിനകത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തിയതല്ലേ. സ്വാഭാവികമായും അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലയുണ്ടായി. ഈ നാട്ടിലെ ജനങ്ങളോട് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പൊ കരിവന്നൂരിലും സമാനമായ നിലയിൽ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കളകളായ മനുഷ്യരെ ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റി നിർത്തുന്നതിനും അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുള്ള സംവിധാനം ഇടതുപക്ഷ സംവിധാനം. അതിനുശേഷം ഇങ്ങോട്ട് ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ആകെ പൂട്ടിക്കളയാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആകെ ഇല്ലാതാക്കി കളയാം എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കേരളത്തിലെ ആകെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി കളയാം എന്ന ധാരണ വെച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. അങ്ങനെ കടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ്. സ്വാഭാവികമായും ഈ നാടിനകത്ത് ചർച്ച ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഈ നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളാണ്. അതിൽ രാജ്യത്തിന്റെ ഭരണഘടന ചോദ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പിനകത്ത് ആ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയത്തിൽ ആളുകളെ കൊടുക്കാനുള്ള ഒരു ശ്രമവും വിജയിക്കില്ലെന്നാണ് ശ്രീ കൃഷ്ണദാസ് ആർഷോ പറഞ്ഞത് കേൾക്കൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയതാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള സംഗതികൾ ഈ സർക്കാരിന്റെ തുടർച്ചയെ തടയാൻ പരമാവധി പ്രയോഗിക്കപ്പെട്ട ഒന്നാണ്, വർക്ക് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല ഇത്ര കാലമായിട്ടും അതിന്മേൽ പുതിയ ഡെവലപ്മെന്റ്സ് ഒന്നുമില്ല. അപ്പൊ അതിൽ തന്നെ പ്രസംഗിച്ച് നേട്ടമുണ്ടാക്കാമെന്നത് നിങ്ങളുടെ ഒരു വ്യർത്ഥമോഹമാണോ കൃഷ്ണദാസ്? ശ്രീ നിഷാദ്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം നമ്മളെല്ലാം എത്രയോ വട്ടം ചർച്ച ചെയ്തിട്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോഴും ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലക്ക്, സാധാരണ നിലക്ക് നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ എന്താണ്? UDF അത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കുന്ന രാഷ്ട്രീയ ശക്തിയായി മാറുന്നതാണ് നമ്മുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള കോൺഗ്രസിൻ്റെ പിന്നോട്ടുള്ള പോക്ക്, രാഷ്ട്രീയപരമായിട്ടും അവരുടെ ശക്തിയുടെ പിന്നോട്ടുള്ള പോക്ക് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ LDFനെതിരെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു രാഷ്ട്രീയ നയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കാൻ UDFന് കഴിഞ്ഞില്ല. അതിൻ്റെ റിസൾട്ടായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFന്റെ തുടർച്ച. അല്ലാതെ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഞങ്ങൾ വലിയ പുള്ളികളായതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതല്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFന് അതിന് ടേക്ക് ഓവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. BJPക്കും കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടാതിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഗുണഫലമുണ്ടായത് LDFന് തുടരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്.
LDFിൻ്റെ സുഹൃത്ത് സൂചിപ്പിക്കുന്നത് ഈ സോവിയറ്റ് റഷ്യയൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്, അത് ഇപ്പോഴും ഗോർബച്ചേവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോഴും റഷ്യയിൽ ഭരണം നടക്കുകയാണ് എന്നുള്ള കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം BJPക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അതൊക്കെ എത്രയോ വെള്ളം നമ്മുടെ ആലുവപ്പുഴയിലൂടെ ഒഴുകിപ്പോയി കഴിഞ്ഞു, എത്രയോ കാലഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ ഗവൺമെൻറ്റിനെതിരെ 10 വർഷക്കാലമായി ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സംപൂജ്യരായി നാട്ടിൽ തുടരുക എന്നുള്ളതാണ്. അല്ല, ഞാൻ അങ്ങയുടെ പ്രഭാഷണത്തിനിടയിൽ ഇടപെടാതിരുന്നത് എൻ്റെ അയോഗ്യതയായി കണക്കാക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടപെടാം, അങ്ങനെ കാണണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഞങ്ങൾ സംഭവിച്ചരാ. ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളുടെ നിലപാട് എവിടെയാണ്? എത്ര സീറ്റ് ഏതൊക്കെ സംസ്ഥാനത്തുണ്ട്? പശ്ചിമ ബംഗാൾ എവിടെ? ത്രിപുര എവിടെ? 2 സംസ്ഥാനങ്ങൾ എവിടെ പോയി? അപ്പോൾ അതിനകത്തിരുന്നുകൊണ്ട് ഞങ്ങളോട് പറയുക ഞങ്ങൾ സംഭൂജരാക്കാൻ ചെയ്തോ, ക്രോസ് വോട്ട് ചെയ്തോ, കേരളത്തിൽ LDFിൻ്റെ വോട്ട് വേണ്ടാന്ന് വെച്ച് UDFിനെ ജയിപ്പിച്ചോ? ഞങ്ങൾക്കൊരു പരാതിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ എൻ്റെ വാദം ഞാൻ തുടങ്ങിയത്. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഈ തവണ UDF ജയിക്കണമെങ്കിൽ LDF വിചാരിക്കണം. LDFിൻ്റെ വോട്ടുകൾ മറച്ചു നൽകാതെ UDFിന് ഈ തവണ കേരളത്തിൽ സീറ്റ് നേടാൻ വേണ്ടി കഴിയില്ല, രാഹുൽ ഗാന്ധിക്ക് അടക്കം ജയിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആനി രാജ്യം ഒന്ന് ജയിപ്പിച്ചെടുക്ക്. അത്രയ്ക്ക് രാഷ്ട്രീയ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജയിപ്പിച്ചെടുക്ക്. മോദി മാത്രമല്ല, ഇന്നിപ്പോ രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. അദ്ദേഹം വലിയ റോഡ് ഷോ ഒക്കെ നടത്തുന്നു. കഴിഞ്ഞ 2019 അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വലിയ ഇമ്പാക്റ്റ് നമുക്കറിയാം. രാഹുൽ ആയിരുന്നു സത്യത്തിൽ ഇവിടുത്തെ സൗത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു ഇമ്പാക്ട് പ്ലെയർ. ആ ഒരു വൈബ് സത്യത്തിൽ ഇപ്പോഴും ഉണ്ടോ വയനാട്ടിന് പുറത്തേക്ക് രാഹുൽ വന്നതിന് ശേഷം ശ്രീ ശബരി? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കുന്നതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ 2 സർക്കാരുകൾക്കെതിരെ ഞാൻ നേരത്തെ വിശദമാക്കിയതുപോലെ BJP സർക്കാരിനെതിരെയും അതോടൊപ്പം 2019 ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു അതൃപ്തി LDF സർക്കാരിനുണ്ട്, സാധാരണക്കാരുടെ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും LDFിനും BJPക്കും വോട്ട് ചെയ്യില്ല എന്ന് ഭൂരിഭാഗം ആളുകളും തീരുമാനിച്ചിരിക്കുകയാണ്. അത് UDFിന് അനുകൂലമായിട്ട് തന്നെ വോട്ടുകളായി വരും. അതോടൊപ്പം നമ്മൾ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ കാര്യം ആർഷോ ഒക്കെ പറഞ്ഞു. ആ നിയമസഭാ ഇലക്ഷന്റെ നടക്കുമ്പോഴുള്ള ഒരു സാഹചര്യം നമുക്കറിയാം. പ്രളയം കഴിഞ്ഞു, കോവിഡ് ഒക്കെയുള്ള സമയത്ത് അപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയങ്ങൾ പല ആവർത്തി പറഞ്ഞെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിൽ ഈ കോവിഡിൽ ഇടയ്ക്ക് നടക്കുന്ന ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഒരുപക്ഷെ അന്ന് സാഹചര്യം വ്യത്യസ്തമായിരുന്നെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പം പക്ഷെ ജനങ്ങൾ രാഷ്ട്രീയം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. കോവിഡ് സമയത്ത് മാസ്ക് ഇട്ട് 10 പേർക്ക് കൂടിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളതല്ല. ജനങ്ങൾ ശക്തമായി വീടുകളിൽ, കടകളിൽ, കമ്പോളങ്ങളിൽ, മാർക്കറ്റുകളിൽ, ഓഫീസുകളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ്. അത് കഴിഞ്ഞ 2 വർഷമായി ഇടതുപക്ഷത്തിന് 2ാം സർക്കാർ നൽകിയത് ജനങ്ങൾ റിപ്പൻറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ BJPക്ക് 2ാം അവസരം കൊടുത്തതും ജനങ്ങൾ റിപ്പൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഈ 2 സർക്കാരുകൾക്കും 2ാം അവസരം കൊടുത്തത് ഒരു വലിയ പാതകമായി പോയി, തെറ്റായിപ്പോയെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു അഡീഷണൽ ഇമ്പാക്റ്റും കൂടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസിനോടൊപ്പം ഈ ഇലക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം. 20 സീറ്റും കിട്ടുവാനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നമുക്കുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. ശ്രീ ആർഷോ നോക്കൂ, അതായത് BJPക്കെതിരായി ആര് എന്ന ഒരു സാധാരണ മനുഷ്യന്റെ ചോദ്യത്തിന് ലെഫ്റ്റ് ഇവിടെ ഉണ്ട്, UDF ഇവിടെ ഉണ്ട്. പക്ഷേ ലെഫ്റ്റ് ഇവിടെ റൂളിംഗ് കക്ഷിയാണ്, കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് ശബരി പറയുന്ന ഒരു കാര്യം. സത്യത്തിൽ ഭരണവിരുദ്ധ വികാരത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗികമായ വിലയിരുത്തലാകും ഇത് എന്നാണ്. കാരണം എന്തിനെയോ ഭയപ്പെടുന്നു എന്ന മട്ടിൽ. അപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെയൊക്കെ അഭൂതപൂർവമായ വോട്ടിങ്ങും ഫലവും നമ്മൾ കണ്ടതാണ്. സോ നിങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് ഒരു വിജയത്തിന് തടസ്സമാകാൻ പോകുന്ന ഒന്ന് ഈ ആൻറ്റി ഇൻകംബൻസി ആയിരിക്കുമോ? സ്വാഭാവികമായിട്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുതെരഞ്ഞെടുപ്പിനകത്ത് ആളുകൾ വോട്ട് ചെയ്യുന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മാത്രം വിലയിരുത്തിക്കൊണ്ടല്ല, ദേശീയ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ദേശീയ രാഷ്ട്രീയം തന്നെയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഭാഗികമായിട്ടുള്ള വിലയിരുത്തൽ എന്നുള്ള പ്രയോഗം പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ള പ്രയോഗം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറയട്ടെ, ഇപ്പോൾ നേരത്തെ പ്രിയപ്പെട്ട ശബരി സൂചിപ്പിച്ച ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നും 2021 വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങൾക്കൊന്നും രാഷ്ട്രീയം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടിനെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പക്വതയെ, കാഴ്ചപ്പാടിനെയൊക്കെ വെല്ലുവിളിക്കുന്ന, ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള സ്റ്റേറ്റ്മെന്റാണ് ശബരിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം
ശരിയായി പോയില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ചത് 2019 ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോവുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വലിയൊരു പ്രതീതിയുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ മനുഷ്യരെ സംബന്ധിച്ച് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കലർപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരാണ്. മനുഷ്യർ സ്വാഭാവികമായും ആ നിലയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ 2019 നിന്ന് 24 എത്തുമ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും പറഞ്ഞതെന്നുള്ളതാണ്. ഈ 19 ആളുകൾ, ഈ പറഞ്ഞ UDF പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിൽ പോയി അതിഭീകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ അല്ലാത്ത ഒരു ആൾക്കൂട്ടമായി പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് 2024 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. നമുക്കറിയാലോ, ഇപ്പോ ഈ ദിവസങ്ങളിലൊക്കെ ഈ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയം ഉണ്ടല്ലോ. സംഘപരിവാരം ഇങ്ങനെ മീശ പിരിക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ആളുകളായിട്ട് കോൺഗ്രസ് മാറുകയാണ് കേരളത്തിൽ. അവർക്ക് അവരുടെ കൊടിയെടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധൈര്യമില്ല. സംഘപരിവാറിനെതിരെ സംഘപരിവാറിന്റെ തെറ്റായിട്ടുള്ള പ്രൊപ്പഗണ്ടകൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാവുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം പറയാനുള്ള രാഷ്ട്രീയ കരുത്തുണ്ടാകുന്നില്ല. ഇപ്പോൾ NIA ഭേദഗതി നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ, ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്തത് വോട്ടെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അമിത്ഷാ ഒന്ന് മീശ വിരിച്ചപ്പോ ഇവിടെ നിന്ന് പോയ കോൺഗ്രസിന്റെ MP-മാർ NIA നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഭയമുള്ള ആളുകളായിട്ട് കോൺഗ്രസ് മാറുക. ഇപ്പൊ അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തേക്ക് വന്നല്ലോ. ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയുടെ ഭരണഘടനയെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്ന അതിന്റെ ചട്ടങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു സന്ദർഭം. രാജ്യത്ത് വലിയ സമരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പൗരത്വ നിയമം ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കില്ല, അത് പിൻവലിക്കും എന്ന് പറയാനുള്ള രാഷ്ട്രീയ കരുത്തില്ലാണ്ട് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനോട് മാധ്യമങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ഗാർഗയോട് മാധ്യമങ്ങൾ ചോദിച്ചല്ലോ, അദ്ദേഹം ഞാൻ രാത്രി ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് എണീറ്റ് വിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്തില്ലാത്ത ആളുകളായിട്ട് കോൺഗ്രസ് മാറുക. തീവ്ര ഹിന്ദുത്വ നിലപാടുകളുമായി സംഘപരിവാരം രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് മൃദുഹിന്ദുത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുൻപ് അനുഭവം ഉണ്ടല്ലോ, വെള്ളി ഇഷ്ടിക പൊതിഞ്ഞ് പാഴ്സൽ ചെയ്ത കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാര്യങ്ങൾ സംസാരിക്കണം. നരേന്ദ്രമോദി ആവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ 7-8 തവണ ഈ സീസണിൽ അദ്ദേഹം ഇവിടെ വന്നു. തൃശ്ശൂരിൽ അദ്ദേഹം ആവർത്തിച്ചു വരുന്നുണ്ട്. തൃശ്ശൂരിൽ BJPയുടെ കോൺഫിഡൻസ് എന്തുമാത്രമാണ്, മോദിയുടെ ആ കാര്യത്തിലുള്ള സ്വപ്നം എന്തുമാത്രം കോൺക്രീറ്റ് സ്വഭാവമുള്ളതാണ്. സംസാരിക്കണം. ഇടവേളെടുത്ത് വേഗം തിരിച്ചു വരാം. ചർച്ചയിലേക്ക് വീണ്ടും കൃഷ്ണദാസ്, തൃശ്ശൂർ നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ മത്സര ചിത്രം നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അമിതാത്മവിശ്വാസത്തിൻ്റെ ഘടകമില്ല എന്ന് പുറത്തു നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. സത്യത്തിൽ മോദി വീണ്ടും വീണ്ടും അവിടേക്ക് വരുന്നത് നിങ്ങളുടെ ഹോപ്പ് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനയാണോ? അതിന് അങ്ങനെ കാണേണ്ടതുണ്ടോ നിഷാദ്? തൃശ്ശൂരിൽ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ശ്രീ സുരേഷ് ഗോപി അവിടെ അദ്ദേഹം നേരത്തെ രാജ്യസഭാംഗമായിരുന്ന സമയത്തും അതിനുശേഷം അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ച സമയത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അതെല്ലാം അവിടുത്തെ ആളുകൾ വിധി എഴുതുന്ന സമയത്ത് അവരിതെല്ലാം വിലയിരുത്തുമല്ലോ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുന്നത് ആ പാർലമെൻറ്റ് മണ്ഡലത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ലല്ലോ. 4-5 തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെല്ലാം അവിടുത്തെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. മാത്രമല്ല തൃശ്ശൂരിൽ ഒരു ആത്മവിശ്വാസക്കുറവും BJPയെ സംബന്ധിച്ചില്ല. നിരവധിയായിട്ടുള്ള ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും തൃശ്ശൂർ മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലും BJP ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിച്ചു വരും എന്നുള്ളതാണ്. സർവേകൾ വരുമ്പോൾ പോലും BJPക്ക് കിട്ടുന്ന വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടാകുന്ന മാറ്റം, BJPക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഓരോ ചാനലുകളും നടത്തുന്ന സർവേകളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം കേരളത്തിൽ BJPക്ക് വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ സൃഷ്ടിച്ച ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതായത് BJPയെ ഒഴിവാക്കണം, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു ചർച്ച കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലുമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ കൊണ്ടുവരണമെന്ന് അവർ നിലവിലെ സാഹചര്യത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ ചർച്ച ചെയ്തതായി നാം കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് മണ്ഡലങ്ങളിൽ, ഉദാഹരണത്തിന് വടകര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആലപ്പുഴ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വയനാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ത്രികോണ മത്സരമല്ല, പല മണ്ഡലങ്ങളിൽ നടക്കുന്നത് BJPക്ക് നേരിട്ട് നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച്, ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച്, പാലക്കാടിനെ സംബന്ധിച്ച്, തൃശ്ശൂരിനെ സംബന്ധിച്ച് എല്ലാം നടക്കുന്ന മത്സരങ്ങൾ, വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾ, അവിടെയെല്ലാം ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അത് BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ കേരളമടക്കം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒരു BJPക്കാരൻ പോലും ജയിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം UDFുമായി ഒരു സെറ്റിൽമെൻറ്റ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതല്ലേ? അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിയാൽ പോലും അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ ഇച്ഛാശക്തിയും BJPക്കുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾ അത് വിജയലക്ഷ്യത്തിലെത്തിക്കും എന്നതാണ്. അല്ല, ശബരിനാഥൻ, ഇപ്പോഴും തൃശ്ശൂരിന്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. തൃശ്ശൂരിന്റെ കാര്യത്തിൽ BJPയുടെ കോൺഫിഡൻസ് അവസാനിച്ചിട്ടില്ല. മോദി വീണ്ടും വരുന്നു. നോക്കൂ, ഇത്രയും അവിടെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ, രാജ്യത്താകെ സഞ്ചരിക്കേണ്ട ആൾ, വളരെ പരിമിതമായ സമയമുള്ള ആൾ, അദ്ദേഹം തൃശ്ശൂരിലേക്ക് ആവർത്തിച്ചു വരികയാണ്. 7 തവണ ഇതിനിടയ്ക്ക് വന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ആണെങ്കിലും 2-3 തവണ വന്നു അറിയാം. സുരേഷ് ഗോപിയുടെ മോടെ കല്യാണത്തിലൂടെ. സോ അവരുടെ തൃശ്ശൂർ കോൺഫിഡൻസിനെ എങ്ങനെ കാണുന്നു? രണ്ടാമത്തേത്, ശ്രീ കൃഷ്ണദാസ് പറയാണ് BJP വരില്ല എന്ന് കേരളത്തിൽ പോലും ആരും വിചാരിക്കുന്നില്ല എന്നാണ്. സത്യത്തിൽ കേരളത്തിൻ്റെ മൂഡ് എന്താണ്? BJP എന്തായാലും വരും. അപ്പോൾ BJP വരുമ്പോൾ മോദിയോട് നേരിട്ട് നിന്ന് രാഷ്ട്രീയം പറയാൻ ശേഷിയുള്ളത് ആരാണ്? അവരെ വിജയിപ്പിക്കണം എന്നതാണോ ഇത്തവണ കേരളത്തിൻ്റെ അജണ്ട? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ചലഞ്ചസ് ഉണ്ടോ? അതിലേക്ക് ഞാൻ കൃത്യമായിട്ട് തന്നെ വരാൻ നിഷാദ്. പക്ഷെ അതിനു മുമ്പ് ആർഷോ പറഞ്ഞ ചില കാര്യങ്ങൾ. ആർഷോ പറഞ്ഞു കോൺഗ്രസ് BJPക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ BJPയുടെ ഇന്ത്യയെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ 5000 കിലോമീറ്റർ നടന്നത് ശ്രീ രാജീവ് ഗാന്ധിയല്ലേ? ആ പ്രോഗ്രാമിൽ നിങ്ങളുടെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തല്ലേ? പാർലമെന്റിനകത്ത് ആർഷോ എത്ര UDF MPമാരെയാണ് എത്രയോ ദിവസം സസ്പെൻഡ് ചെയ്തത്? ശ്രീ ഹൈബി ഈഡൻ, രമ്യ ഹരിദാസ് അടക്കമുള്ള MPമാരെ BJPയുടെ പോലീസ് വലിച്ചിഴക്കുന്ന ഫോട്ടോ നിങ്ങളുടെ പത്രമടക്കം എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജ് വന്നതല്ലേ? അവിടെ സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന MPമാർ വെല്ലിറങ്ങിയപ്പോൾ അവർ നിമിഷം നേരം അപ്പോൾ തന്നെ ഡിസ്മിസ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു UDFന്റെ MPമാർ, നിങ്ങളുടെ 1-2 MPമാരും ഉണ്ട്, എത്രയോ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ BJPക്കെതിരെ കഴിയുന്ന രീതിയിൽ ശക്തമായി പാർലമെന്റിനകത്ത് UDFന്റെ MPമാർ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ പറഞ്ഞു നമ്മുടെ ആർഷോ ആ മാനിഫെസ്റ്റോ കണ്ടോന്ന് എനിക്കറിയില്ല. ആ മാനിഫെസ്റ്റോയ്ക്കകത്തുള്ള സെക്ഷനിൽ സമത്വത്തെക്കുറിച്ച്, ഇക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ BJP സർക്കാർ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന, ഒരാൾക്ക് അയാളുടെ വിശ്വാസം പിന്തുടരുന്നതിനും മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 എന്ന ആർട്ടിക്കിൾ ഉറപ്പ് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും കോൺഗ്രസ് നിഷ്കർഷ നടത്തുമെന്ന് നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം മാനിഫെസ്റ്റോയുടെ മറ്റൊരു പോയിന്റ്, BJP കഴിഞ്ഞ കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കിരാത നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന പ്രശ്നം BJPക്ക് ഇവിടെ വളരാനുള്ള ഫോഡർ നൽകുന്നത്, അവർക്ക് വളരാനുള്ള ഭക്ഷണം നൽകുന്നത് CPM ആണ്. കാരണം നിങ്ങളുടെ അന്ധമായിട്ടുള്ള കോൺഗ്രസ് വിരോധം കാരണം നിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തനി രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ, BJPയെ നാളെ എതിർത്ത് മത്സരിക്കുന്ന, BJP നാളെ താഴെ പോകണമെങ്കിൽ അതിന് മാക്സിമം സീറ്റുകൾ ലഭിക്കേണ്ട കോൺഗ്രസിനെ താഴ്ത്തി കാണിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയം ആത്യന്തികമായി പലപ്പോഴും BJP കഴിഞ്ഞ സമയങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കും. ഇവിടെ BJPക്കെതിരെ ഉയർന്നു നിന്ന് അവർക്കെതിരെ പോരാടുവാൻ ഇവിടെ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങൾ ആകെ മത്സരിക്കുന്ന 40 സീറ്റ് 45 സീറ്റുമാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റോടക്കം ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുവാനുള്ള ഒരു ആവശ്യം പോലും CPMനില്ല. നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കാര്യം, നല്ല കാര്യം. പക്ഷെ പറഞ്ഞു വരുന്നത് ഇവിടെ BJPയെ ഫൈറ്റ് ചെയ്യാൻ കോൺഗ്രസ് നിരന്തരം ഫൈറ്റ് ചെയ്യുമ്പോൾ ആ കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ സമരങ്ങളെ കാണാതെ BJPക്കാർ പറയുന്നതിനേക്കാളും കഠിനമായ ഭാഷയിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഫാബ്രിക്കിന് നല്ലതല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ എന്നോട് ചോദിച്ച BJPയുടെ കാര്യം, തൃശ്ശൂരിൽ മോദി വരട്ടെ,
5-6 പ്രാവശ്യം വന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നു. ഇന്ന് കുന്നംകുളത്ത് വന്നു. വരട്ടെ. ഞാൻ പറഞ്ഞു അദ്ദേഹം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോകട്ടെ. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രാധാന്യം ഇവിടെ നൽകണമെന്ന് അദ്ദേഹം പ്രാധാന്യം നൽകട്ടെ. പക്ഷേ അദ്ദേഹം എത്ര തവണ കേരളത്തിൽ വന്ന് എത്ര ആളുകളെ കണ്ടാലും ഇന്ന് വന്നതുപോലെ കുന്നംകുളത്തും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ മതിലിടിച്ച് അദ്ദേഹം വന്നെങ്കിലും അതൊന്നും വോട്ടായി മാറാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്നത് തിരുവനന്തപുരവും ഈ പറയുന്ന ആറ്റിങ്ങലും ഈ പറയുന്ന തൃശ്ശൂരും അല്ലെങ്കിൽ മറ്റ് സീറ്റുകളൊന്നും നിങ്ങൾ വിജയിക്കാൻ തന്നെ പോകുന്നില്ല എന്ന് മാത്രമല്ല, വിജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന സീറ്റുകളിൽ നിങ്ങളുടെ വോട്ട് കുറയാൻ പോവുകയാണ്. ഈ പറയുന്ന ആറ്റിങ്ങലടക്കം ഈ പറയുന്ന തിരുവനന്തപുരം അടക്കമുള്ള സീറ്റുകളിൽ നിങ്ങളുടെ വോട്ടുകൾ കുറയാൻ പോവുകയാണ്. നിങ്ങളുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഒരുപക്ഷെ കോർപ്പറേറ്റാണ്, തെറ്റില്ല. പൈസ ഉണ്ടാക്കുന്ന തെറ്റില്ല. ധനികന്മാരെ മത്സരിച്ചാലും തെറ്റില്ല. പക്ഷെ 9,000 കോടി രൂപ ആസ്തിയുള്ള ഒരാൾ തൻ്റെ ഇൻകം ടാക്സായി വെറും 600 രൂപയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയുള്ള സാധാരണ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ആയിരക്കണക്കിന് രൂപ ടാക്സ് മാസം അടയ്ക്കുമ്പോൾ ഇവിടെ വെറും 9,000 കോടി രൂപയുള്ള ഒരാൾ അയാളുടെ 650 രൂപ ടാക്സ് അടച്ചിട്ട് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ആകെയുള്ളതൊരു പഴയ നമ്മുടെ നാടുഭാഷ ചപ്പടാച്ചി ബൈക്ക് മാത്രമുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖർ വെഹിക്കിൾസ് ഒന്ന് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വില കൂടിയ വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുന്ന ഇന്റർവ്യൂ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് ഇവിടെ എനിക്ക് 650 രൂപ മാത്രമേ ഞാൻ ടാക്സ് കൊടുത്തുള്ളൂ, എൻ്റെ കയ്യിൽ ആകെയുള്ളത് 992 മോഡൽ കാറ് മാത്രമാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ദേശസ്നേഹമുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾ ദേശവിരുദ്ധരല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് മണി കൊണ്ടാണ് ഈ സ്കൂളുകളിൽ ബുക്ക് എത്തുന്നത്, ആ ടാക്സ് മണി കൊണ്ടാണ് റോഡ് പണിയുന്നത്, ആ ടാക്സ് മണി കൊണ്ടാണ് ആശുപത്രി പണിയുന്നത്. അപ്പോൾ ടാക്സ് ഇവേഡ് ചെയ്യുന്ന വിജയ് മല്യയെ പോലത്തെ അല്ലെങ്കിൽ ടാക്സ് ഇവേഡ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലത്തെ നീരവ് ചോക്സിയെ പോലത്തെ 9,000 കോടി രൂപ ആസ്തി ഉണ്ടായിട്ട് വെറും 680 രാജീവ് ചന്ദ്രശേഖരനെ പ്രബുദ്ധരായിട്ടുള്ള പോണ്ടിച്ചേരിയിൽ വ്യാജവിലാസം ഉണ്ടാക്കി ടാക്സി വെട്ടിച്ചതിന്റെ പാരമ്പര്യമുള്ള കക്ഷി തൃശ്ശൂരിൽ മത്സരിക്കുന്നുണ്ടെന്ന് പറയാ. അതുകൊണ്ട് അപ്പൊ ഈ ടാക്സ് വെട്ടിക്കുന്ന ആളുകളെ തിരുവനന്തപുരത്ത് ജയിപ്പിക്കുമോ? ഈ രാഷ്ട്രീയ ബോധമുള്ള എത്രയോ മഹാന്മാർ പ്രതിദാനം ചെയ്തിട്ടുള്ള തിരുവനന്തപുരം, എൻ്റെ വോട്ടുള്ള തിരുവനന്തപുരം ലോക്സഭയിൽ എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ, ലീഡർ കെ കരുണാകരൻ, ശ്രീ വി കെ വാസുദേവൻ നായർ, വി കെ കൃഷ്ണമോഹൻ അടക്കമുള്ള, ശശി തരൂർ അടക്കമുള്ള അതികായകന്മാർ, മിടുക്കന്മാർ വന്ന് പ്രതിദാനം ചെയ്ത ഈ തിരുവനന്തപുരം ലോക്സഭയിൽ 9,000 കോടി ആസ്തി ഉണ്ടായിട്ട് 600 രൂപയുടെ ടാക്സ് കൊടുക്കുന്ന, ഇവിടുത്തെ പാവപ്പെട്ടവൻ ഒരു വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കുന്ന ടാക്സ് പോലും കൊടുക്കാത്ത ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ കണ്ടു, ഈ 3 സ്ഥലങ്ങളിൽ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറവ് വോട്ട് BJPക്ക് ലഭിക്കാൻ പോവുകയാണ്. ഓക്കെ, ആർഷോ, കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു നിങ്ങൾ, അത് ജനം തിരിച്ചറിയുമെന്നാണ് ശബരി ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് സംഘപരിവാറിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഇപ്പൊ ശബരി പറയുന്നത് പോലെ കോൺഗ്രസിന്റെ പൊള്ളത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടണ്ടേ? അത് തുറന്നു കാട്ടുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂടെ അല്ലേ? ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ അത് പാടില്ല എന്ന് പറയാണ്. ഇപ്പൊ ശബരി പറയാണ് CAA കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിലും എല്ലാ കിരാത നിയമങ്ങളും പിൻവലിക്കുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ശബരി പറയണത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. NIA നിയമ ഭേദഗതി കിരാതാണ്. അത് ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘപരിവാരം ആ നിലയ്ക്കുള്ള ഭേദഗതി കൊണ്ടുവന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് ശബരിക്ക് എതിർപ്പുണ്ടാകുമോ? ആ NIA ഭേദഗതി നിയമ ഭേദഗതി നിങ്ങൾ പിൻവലിക്കുമോ? അങ്ങനെ പിൻവലിക്കുകയാണെങ്കിൽ അതിനെതിരെ അതിനനുകൂലമായി പാർലമെന്റിൽ നിങ്ങൾ നടത്തിയ വോട്ട്, NIA ഭേദഗതിക്ക് അനുകൂലമായി നിങ്ങൾ പാർലമെന്റിൽ ചെയ്ത വോട്ട്, അത് ഈ നാടിനെ വഞ്ചിക്കുന്നതല്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. രാഷ്ട്രീയ ചോദ്യമാണ്. അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ വല്ലാതെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ NIA ഭേദഗതി നിയമത്തെക്കുറിച്ച് മിണ്ടുന്നില്ല ശബരിനാഥ്, കോൺഗ്രസിന്റെ പ്രതിനിധി. അതിന്റെ അപ്പുറം ഇപ്പൊ പറയട്ടെ, നമ്മൾ ഇന്ത്യയിൽ കോൺഗ്രസേ ഉള്ളൂ എന്നാ പറയണത്. ഇന്ത്യയിൽ കോൺഗ്രസേ ഉള്ളൂ സംഘപരിവാറിനെ നേരിടാൻ എന്ന ധാരണ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനൊക്കെ മാറി. ഇവിടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള കൂട്ടായ്മയിലൂടെ ആണ് സംഘപരിവാറിനെ പരാജയപ്പെടുത്തേണ്ടത് എന്ന തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ആ ബോധ്യത്തിലേക്ക് ആ ദേശീയ രാഷ്ട്രീയം മാറി എന്നുള്ളത് ബോധ്യപ്പെടാത്തത് കേരളത്തിലെ കോൺഗ്രസിനായിരിക്കും. ഇവർ പറയും ഞങ്ങളെ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെ ഉള്ളെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ അരുണാചൽ പ്രദേശിൽ നടക്കുന്നത്? 2014 വരെ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമായിരുന്നില്ലേ? അവിടെ 10 സീറ്റില് BJPക്ക് എതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലേ? സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി പോലും കഴിയാത്ത നിലയിൽ, അതിന് തയ്യാറാകാത്ത നിലയിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ ആ രാഷ്ട്രീയ പൊള്ളത്തരത്തെ ചോദ്യം ചെയ്യേണ്ടത് എന്താ കേരളത്തിലേക്ക് വന്നു? കേരളത്തിൽ BJP 2024 സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ 20 പാർലമെന്റ് മണ്ഡലത്തിൽ 4-5 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ സംഭാവനയാകുകയാണ്.
കണ്ണൂർ രഘുനാഥൻ, മലപ്പുറത്ത് ഇദ്ദേഹം നമ്മളെ മുൻ VC അബ്ദുൽ സലാം, അതേപോലെ തന്നെ എറണാകുളത്തെത്തുമ്പോൾ രാധാകൃഷ്ണൻ, പത്തനംതിട്ട അനിൽ ആന്റണി, മാവേലിക്കര എത്തുമ്പോ കലാശാല ബാബു, ഇവരൊക്കെ അങ്ങനെ കോൺഗ്രസിന്റെ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ, രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത 5 പേരെ BJPയുടെ സ്ഥാനാർത്ഥികളായി സംഭാവന ചെയ്യാണ്. അപ്പൊ ഈ നിലയിലേക്ക് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന് വലിയ വീഴ്ചയുണ്ടാകുമ്പോൾ എന്ന രാഷ്ട്രീയം പറയും, ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെ തുറന്ന് പറയണ്ടേ? അതാണ് അലപ്സി കൃഷ്ണദാസ്. മോദിയുടെ ഗ്യാരണ്ടി ഇപ്പോൾ വനിതാ സംഗമത്തിൽ പ്രസംഗിക്കുമ്പോൾ മോദി കി ഗ്യാരണ്ടി എന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രസംഗിക്കാൻ, ഇവിടെയും പ്രസംഗിക്കുന്നുണ്ട് മോദി കി ഗ്യാരണ്ടി. പക്ഷേ നോർത്തിൽ പ്രസംഗിക്കുന്ന പോലെ മോദി കി ഗ്യാരണ്ടി അത്ര എളുപ്പമായിരിക്കുമോ കേരളത്തിൽ വേര് പിടിക്കാൻ? ശ്രീ കൃഷ്ണദാസ്, ഞങ്ങൾ പെട്രോൾ ഇന്ധനത്തിന് വില കുറയ്ക്കുമെന്ന് മോദിയുടെ കി ഗ്യാരണ്ടിയിൽ നിങ്ങൾ പറയുന്നുണ്ട്. ജനം ചോദിക്കില്ലേ ഈ 10 വർഷം കൊണ്ട് നിങ്ങൾ കുറയ്ക്കാത്ത എന്താണെന്ന്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സമാധാനം ഉറപ്പാക്കും എന്ന് പറയാണ്. എത്ര മാസം മണിപ്പൂരിൽ നിന്ന് കത്തിയെന്ന് നമുക്കറിയാം. ഇപ്പോഴും പോയിട്ടില്ല പ്രധാനമന്ത്രി അങ്ങോട്ടൊന്നും, മറ്റു പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇൻഡെക്സുകളെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഈ ഗ്യാരണ്ടി പ്രസംഗം എന്തുമാത്രം വില പോവും? നോക്കൂ, ഏറ്റവും അവസാനം തൃശ്ശൂരിൽ നിങ്ങളെ സഹായിക്കേണ്ട കത്തോലിക്ക സഭ പോലും ജനാധിപത്യ ധ്വംസനമാണ് ഈ രാജ്യത്ത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്, വർഗീയതയല്ല എന്ന നിലപാട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടി ഹോപ്പ്ലെസ് ആവുകയാണോ കേരളത്തിലും ചോദിക്കാൻ? നിഷാദ്, ബഹുമാനപ്പെട്ട സഭയടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവർ പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ ഗൗരവം എടുത്താൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ ശബരിനാഥ് എന്താ പറയുന്നത്? ഞങ്ങൾ ആർട്ടിക്കിൾ 29 കാര്യത്തിലാണെങ്കിലും 30 കാര്യത്തിലാണെങ്കിലും ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ആർട്ടിക്കിൾ 14 സംബന്ധിച്ചോ ആർട്ടിക്കിൾ 19 സംബന്ധിച്ചോ ആർട്ടിക്കിൾ 21 സംബന്ധിച്ചോ മനുഷ്യന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല. അത് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യപ്പെടും, വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് ചോദിച്ചത് മോഡിയുടെ ഗ്യാരണ്ടിയെ സംബന്ധിച്ചാൽ, ശ്രീ നിഷാദ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഗവൺമെൻറ്റുകൾ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള, ജയിച്ചു വന്നതിന് ശേഷം നടപ്പാക്കിയിട്ടുള്ള വിവരങ്ങളും പദ്ധതികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ BJPയുടെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ എണ്ണി നടപ്പാക്കിയിട്ടുള്ള ഗവൺമെൻറ്റാണ് BJPയുടെ ഗവൺമെൻറ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അടക്കം കേരളത്തിൻ്റെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും ഫണ്ട് കിട്ടാനുണ്ടോ? അവർ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയില്ലേ? കോടതിയിൽ എന്തായിരുന്നു സ്ഥിതി? കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനില്ല എന്ന് മാത്രമല്ല, കടമെടുക്കാൻ വേണ്ടിയാണ് പോയത്, കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പോയത് എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ടില്ലേ? അതും അനുവദിച്ചു കൊടുത്തില്ലേ? ആ കടമെടുപ്പ് പരിധിയും അനുവദിച്ചു കൊടുത്തില്ലേ? അപ്പൊ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും കേരള ഗവൺമെന്റിന്റെ നിലനിൽപ്പിനും ദൈനംദിന നടപടികൾ നടത്തിക്കൊണ്ടുപോകാനും അത് പരിശോധിക്കട്ടെ, അതിനെന്താ തെറ്റുള്ളത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വന്ന സമയത്താണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ വന്ന സമയത്താണെങ്കിലും BJP കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ വനിതാ സ്ഥാനാർത്ഥികൾക്ക് അവസരം കൊടുത്തു, എത്രയോ അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ അവസരം കൊടുത്തു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദേശീയ മുഖ്യധാരയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ അടുപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ ആളുകളെ അയക്കുന്നതിന് പകരം അതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കേരളം ചർച്ച ചെയ്യാൻ അതിന്റെ പ്രധാനപ്പെട്ട BJP സംബന്ധിച്ച് കേരളത്തിലുള്ള പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട്. ശരി, BJP സംബന്ധിച്ച് കേരളത്തിൽ പ്രതീക്ഷ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും കേരളത്തിലേക്ക് വരുന്ന VIP നേതാക്കൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് ഒപ്പിച്ച് കേരളം ചലിക്കോ എന്ന് കാണണം. ഞാൻ ഇന്നത്തെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീ കൃഷ്ണദാസ് ശബരിനാഥനൊപ്പം PMR ഷോ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.